ആർക്കും ഇല്ല. ഉണ്ടോ? അവനവൻ വിശ്വസിക്കുന്ന മതം അത് വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും അത് പൗരന്റെ അടിസ്ഥാനാവകാശമായി പ്രഖ്യാപിച്ചിട്ടുള്ള ലോകത്തെ ഒരു ഭരണഘടന അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയാണ്. നമുക്ക് ഇവിടെ പറ്റുമോ? അത് ലോകത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ അത് പറ്റുമോ? അല്ലേ? നമ്മൾക്ക് കേരളത്തിന്റെ റോട്ടുമൊക്കെ ഇറങ്ങി നിന്നിട്ട് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയെ നമുക്ക് ചീത്ത വിളിക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നമ്മൾ എന്തൊക്കെ പറയണേ? അവനവൻ വിശ്വസിക്കുന്ന മതം അത് പ്രബോധനം ചെയ്യുന്നത് പൗരന്റെ അവകാശമായിട്ട് അത് കൊടുത്തിട്ടുള്ള ഒരേ ഒരു ഭരണഘടന ഇന്ത്യന്റെ ഭരണഘടന. ഈ തീവ്രവാദ പ്രവർത്തനം കൊണ്ട് തൗഹീദ് പറയണില്ല എന്നുള്ളതല്ല, പറയുന്ന ആൾക്കാർ ആ ദാവത്ത് കൂടി വരും മുടക്കി അല്ലെ? ഈ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുള്ള ആ സ്ഥലങ്ങളുണ്ടല്ലോ, നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കിയും അവിടെ ദാവത്ത് നടത്താൻ പറ്റൂല. കാരണം എന്താ? അവിടെ 3 ആള് കൂടിക്കാൻ പറ്റൂല, 2 ആള് കൂടിക്കാൻ പറ്റൂല അല്ലെ? കണ്ണൂരിലും ഇങ്ങനെയുള്ള വർഗീയ കലാപങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, വെട്ടും കൂത്തും നടന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ജിഹാദ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിട്ട് ദാവത്ത് ചെയ്യാൻ പറ്റൂല, അതിന് അനുവാദമല്ല ഗവൺമെന്റ്. അവിടെ നിരോധനാജ്ഞ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അവിടെ നമുക്ക് ദാവത്ത് പോയിട്ട് കയറി ചെല്ലാൻ പറ്റൂല, ദാവത്ത് നടത്താൻ പറ്റൂല. അപ്പൊ ദാവത്ത് മുടക്കുക എന്നുള്ളതാണ്. തൗഹീദ് ആരും പറയരുത്, പറയുന്ന ആൾക്കാരെ തൗഹീദ് ദാവത്ത് നിർത്തിവെക്കും വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങള് ഇതിന്റെ ആദർശം വന്നത് വേറെ സ്ഥലത്തു നിന്നാണ്. അത് നമ്മൾ വേറൊരു വിഷയമായിട്ട് നമ്മൾ പഠിക്കണം. ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് ഇതിന്റെ വലിയ തലകള്, ആരുടെ മസ്തിഷ്കത്തിൽ നിന്നൊക്കെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്? ഇവരൊരിക്കലും എന്തല്ല ഇസ്ലാമിന്റെ സംരക്ഷകരോ ഇസ്ലാമിന്റെ പ്രചാരകരോ മുസ്ലിങ്ങളുടെ സംരക്ഷകരോ അല്ല. ഇവര് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. ഏറ്റവും വലിയ ശത്രുക്കളാണ് ഇവര്. ഈ തീവ്രവാദികൾ, മത തീവ്രവാദികള്, മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കുന്ന തീവ്രവാദികളാക്കുന്ന ഇസ്ലാമിന്റെ ബദ്ധവൈരികളും ശത്രുക്കളുമാണ് ഈ തീവ്രവാദികൾ. അതുകൊണ്ട് അവരെ തിരിച്ചറിഞ്ഞിട്ട് സമൂഹത്തിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തണം. അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒന്ന്, നമ്മൾ ക്ഷമിക്കാം. രണ്ടാമതായിട്ട് തൗഹീദ് അനുസരിച്ച് ജീവിക്കുക. മൂന്നാമതായിട്ട് ഭരണഘടനാപരമായ മാർഗത്തിലൂടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് നടക്കും. ഭരണഘടനാപരമായിട്ട് നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ത്യ രാജ്യത്തെ നിയമങ്ങൾ വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ആ നിയമങ്ങൾ പ്രയോഗവൽക്കരിക്കുന്നിടത്ത് ചില ആളുകൾ കളിക്കുകയാണ്. ഈ വർഗീയത തലക്ക് പിടിച്ച ചില കോമരങ്ങൾ ഉണ്ടല്ലോ, അവർ കളിക്കാണ്. അങ്ങനെയാണ് ബാബരി മസ്ജിദൊക്കെ തകർന്നത്. അങ്ങനെയാണ് കല്യാൺ സിംഗ് പറഞ്ഞില്ലേ അല്ലേ? എത്ര കൊല്ലത്തിന് ശേഷം ആ കുറ്റപത്രം സമർപ്പിച്ചത് പറഞ്ഞില്ലേ? അഡ്വാനി പറഞ്ഞില്ലേ? ബാക്കിയുള്ള ആളുകൾ പറഞ്ഞില്ലേ? അത് നിയമത്തിന്റെ ഇങ്ങനെ നിയമപരമായിട്ട് നമ്മൾ നേരിടുക. ഗുജറാത്തിലും കുറ്റപത്രം കൊടുത്തില്ലേ? ബോംബെയില് ശ്രീകൃഷ്ണ കമ്മീഷന് കുറ്റപത്രം കൊടുത്തില്ലേ? ഇതിന്റെ പിന്നിൽ പണിയെടുത്തത് അഡ്വാനിയാണെന്ന് പറഞ്ഞിട്ട് കുറ്റപത്രം കൊടുത്തു. അപ്പോ ഇന്ത്യ രാജ്യത്തെ നിയമങ്ങളിൽ നമുക്ക് എപ്പോഴും പ്രതീക്ഷയുണ്ട്. അങ്ങനെ നിയമപരമായി തന്നെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ, വെല്ലുവിളികളെ നിയമപരമായിട്ട് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തേടുക. ഇന്ത്യ രാജ്യത്ത് അതിനുള്ള ഉദാഹരണങ്ങളുണ്ട്. ഗുജറാത്തിലും അങ്ങനെ തന്നെ അല്ലെ? സംഗതികൾ നടക്കുന്നുണ്ട്. ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതേ ഉള്ളൂ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ, അതേ ഉള്ളൂ. നമുക്കിത് പ്രബോധനം ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ നിയമത്ത്. അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ നമ്മൾ ക്ഷമിക്കാം. ഇസ്ലാമിക ദഅവത്ത് നടത്തുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നമുക്ക് ചെയ്യാനുള്ളത് പ്രബോധനം നടത്തുക. അതിനു വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക ആ വിട്ടുവീഴ്ച നമ്മൾ ചെയ്യണം. ഹുദൈബിയ സന്ധി അറിയാത്ത ആരെങ്കിലും ഉണ്ടതിൽ? ഹുദൈബിയ സന്ധി അറിയാത്ത ആരെങ്കിലും ഉണ്ടതിൽ? എന്താ ഹുദൈബിയ സന്ധി? അതൊക്കെ ഈ തീവ്രവാദം തലക്ക് കയറിയ ആളുകൾ പഠിക്കേണ്ട വിഷയമാണ് ഹുദൈബിയ സന്ധിയൊക്കെ. അവരാകെ പഠിച്ചിട്ടുള്ളത് ബദറിന്റെ ചരിത്രമാണ് അല്ലെ? ആകെ പഠിച്ചിട്ടുള്ളത് അതേ ഉള്ളൂ. എന്നിട്ട് ഇത്ര എണ്ണം ഉണ്ടെങ്കിൽ അത്ര എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത്. എന്താ ഹുദൈബിയ സന്ധി? പ്രബോധനം നടത്താൻ വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കണോ ആ റിസ്ക് എടുക്കണം. എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും സഹിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹുദൈബിയ സന്ധി അല്ലെ? സന്ധി ഉണ്ടാക്കി, കരാറുണ്ടാക്കി. ബിസ്മിക് അല്ലാഹുമ്മ എഴുതാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതാൻ പറഞ്ഞു അത് പറ്റൂല, അത് വെട്ടണം, അത് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഈ കരാറ് അല്ലാഹ് റസൂൽ ഉണ്ടാക്കുന്ന കരാറെന്ന് പറഞ്ഞപ്പോ അത് ഞങ്ങൾ അംഗീകരിക്കൂല, കരാറ് വെട്ടിയത്. എന്നിട്ട് എന്താ കരാറ്? 4-5 കൊല്ലത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമല്ല. മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാല് ഞങ്ങൾ തിരിച്ചയക്കും. എന്നാൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ആരെങ്കിലും ചെന്നാലോ നിങ്ങൾ തിരിച്ചയക്കണ്ട. ആർക്കാ ഈ കരാർ അംഗീകരിക്കാൻ പറ്റിയ? കരാറിൽ ഒപ്പിട്ടു.
ഒപ്പിട്ട സമയത്താണ് ഉമർ റളിയല്ലാഹു തആല വാൾ ഊരി പിടിച്ച് ഇങ്ങനെക്ക. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാന്റെ റസൂലെ, നമ്മൾ സത്യത്തിന്റെ മാർഗത്തിൽ തന്നെയല്ലേ നമ്മള് അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കണത്. ചരിത്രത്തിൽ ആ സംഭവം വന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത് എന്താ അറിയോ? യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, അലസ്ന അലൽ ഹഖി, നമ്മൾ സത്യത്തിന്റെ ആൾക്കാർ തന്നെയല്ലേ, നമ്മൾ സത്യത്തിന്റെ മാർഗത്തിൽ തന്നെയല്ലേ? എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, അലസ്ത നബിയല്ല, നിങ്ങൾ അള്ളാന്റെ നബി തന്നെയല്ലേ? അള്ളാന്റെ നബി തന്നെയല്ലേ? എന്തിന് നമ്മളിങ്ങനെ നിന്ദ്യരായിട്ട് ഈ കരാറ് നമ്മൾ അംഗീകരിക്കണം? ഇത് ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു. എന്തിന് ഈ പതിത്വം നമ്മൾ പേറണം? എന്താ ചോദ്യത്തിന്റെ ആ മൂർച്ച നോക്കി നിങ്ങൾ അള്ളാന്റെ നബിയല്ലേ, എത്തരത്തിലൊരു കരാർ എന്തിനടുത്തെന്നാ ചോദിക്കണേ? കാരണം അവര് ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാ, സമ്മതിച്ചില്ല, തിരിച്ചു പോകണം എന്നാ പറഞ്ഞത്. അള്ളാന്റെ റസൂലിന്റെ കൂടെ ഉംറ ചെയ്യാൻ വേണ്ടി വന്നിട്ട് അനുവദിക്കൂല, തിരിച്ചു പോകണം, അടുത്ത കൊല്ലം വേണമെങ്കിൽ വന്നോ, ഉംറ ചെയ്തിട്ട് തിരിച്ചു പോകാം. അല്ലെ? ഈ കരാർ ഇങ്ങനെയുള്ള കരാറ് അള്ളാന്റെ പേര് എഴുതാൻ പറ്റൂല, അള്ളാന്റെ റസൂലിന്റെ പേര് എഴുതാൻ പറ്റൂല. അലി റളിയല്ലാഹു പറഞ്ഞു, ഞാൻ വായിക്കൂല എന്ന് പറഞ്ഞു. എഴുതിയത് അള്ളാന്റെ റസൂലിന്റെ പേര്, ഇത് എഴുതിയത് ഞാൻ വായിക്കൂല. പ്രവാചകൻ പറഞ്ഞു, വായിക്കണം, വായിച്ചിട്ട് എഴുതണം. ഇത് കേട്ടിട്ടാണ് ഉമർ റളിയല്ലാഹു ചോദിച്ചത്, നിങ്ങൾ അള്ളാന്റെ നബിയല്ലേ, നമ്മൾ സത്യത്തിലല്ലേ, പിന്നെ എന്തിന് ഈ പതിത്വം, ഈ അധമത്വം നമ്മൾ പേറിക്കൊണ്ട് തിരിച്ചു പോകണം? അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അതിന്റെ മട്ടത്തിൽ മറുപടി എടുത്തു. പിന്നെ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചിട്ട് പറയണം. ആ സമയത്ത് അള്ളാന്റെ റസൂൽ പറഞ്ഞ എന്താ? അള്ളാന്റെ റസൂൽ പറഞ്ഞത്, ഇന്നി റസൂലുള്ളാ, ഞാൻ അള്ളാന്റെ റസൂല് തന്നെയാണ്, വഹുവ നാസിരി, അവൻ എന്നെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തീർച്ചയാണ്. വലസ്തു അസിഹി, അള്ളാന്റെ കൽപ്പന ഞാൻ ധിക്കരിക്കില്ല, എനിക്ക് ഇതാണ് വഹയി കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി. അങ്ങനെ ആ തിരിച്ചുപോയി, ആ കരാർ നടപ്പിലായി, ഇസ്ലാമിക പ്രബോധനം നടന്നു. ഈ ഹുദൈബിയ സന്ധിയാണ് പിന്നീട് മക്ക വിജയത്തിന് കാരണമായി തീർന്നത്. ഫത്തുഹുൽ മുബീന, ഫത്തുഹുൽ ഫുത്തൂഹ് എന്നൊക്കെ പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, അതുകൊണ്ട് മക്ക വിജയമല്ല ഉദ്ദേശിക്കുന്നത്, ഹുദൈബിയ സന്ധിയാണ് ഉദ്ദേശിക്കുന്നത്. ആ കാര്യത്തിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലെ? അത്രത്തോളം വലിയൊരു വിജയം. കാരണം ദഅവത്ത് നടന്നു, അതോടുകൂടി ദഅവത്ത് നടന്നു, ഇസ്ലാമിന്റെ സന്ദേശം കിട്ടി. അങ്ങനെ എല്ലാവരും മുസ്ലിങ്ങളായി, മക്ക വിജയം ഉണ്ടായി, അല്ലെ? അന്ന് വന്നത് റസൂലുള്ളാഹിന്റെ കൂടെ 1000 ചില്ലാൻ ആൾക്കാരാ, 1400 ആളുകള്. പിന്നെ മക്ക വിജയത്തിന് വരുമ്പോ 10,000-ഓളം സഹാബികളുമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ മക്കയിലേക്ക് വരുന്നത്, അല്ലെ? അങ്ങനെ മക്ക വിജയം ഉണ്ടായി. ഇതാണ് പ്രബോധനം നിർവഹിക്കാന്, എന്ത് ത്യാഗവും സഹിക്കാന്, എന്ത് പീഡനങ്ങളും എന്ത് പ്രയാസങ്ങളും സഹിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ഈ കൊന്ന ആൾക്കാരെയൊക്കെ തിരിച്ചു കൊല്ലുകയാണെങ്കിൽ അബൂ സുഫിയാൻ പിന്നെ ഇസ്ലാമിൽ ഉണ്ടാവോ കൂട്ടരെ? അബൂ സുഫിയാൻ പിന്നെ മുസ്ലിമായിട്ട് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവോ? അള്ളാഹുവിന്റെ റസൂൽ കൊല്ലാൻ വേണ്ടി പറഞ്ഞേക്കുകയാണെങ്കിൽ? ഖാലിദ് ബിൻ വലീദ് ഉഹദ് യുദ്ധം നടക്കുമ്പോ എവിടെ? ശത്രുക്കളെ ഭാഗത്തല്ലേ? എന്നാ ഖാലിദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരെ മുഖം മൂടി ഇട്ടിട്ട് പറഞ്ഞയച്ചോ? അങ്ങനെയാണെങ്കിൽ ഖാലിദ് പിന്നീട് ഇസ്ലാമിൽ ഉണ്ടാവോ? ഇങ്ങനല്ലേ ഓരോ സഹാബത്തിന്റെ ചരിത്രം. വഹ്ഷിന്റെ ചരിത്രം എന്താ? ഹംസ റളിയല്ലാഹു അൻഹു കൊന്നിട്ട് പോകുന്ന ആളല്ലേ വഹ്ഷി. ആ വഹ്ഷി ഇസ്ലാമിലേക്ക് വന്നില്ലേ? വഹ്ഷിനെ പോയിട്ട് കൊന്നുകണമെങ്കിലോ? അപ്പൊ അങ്ങനെ ഒരു രീതി ഇസ്ലാമിലില്ല. മാപ്പ് വിട്ടുവീഴ്ച, പൊറുക്ക, സഹിക്ക. മക്ക വിജയത്തിന്റെ അന്ന് എല്ലാവർക്കും മാപ്പ് കൊടുത്തില്ലേ? എന്താ ഇസ്ലാമിന്റെ ചരിത്രം? ഞാൻ അതിലേക്ക് പോകുന്നില്ലേ, ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ആ ചരിത്രങ്ങൾ വേറെ ഒരുപാടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭരണഘടനാപരമായിട്ട് അവസാനമായിട്ട് നമ്മൾ ഇതിന് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും അവസാനമായിട്ട് ദഅവത്ത് നമ്മൾ നിലനിർത്തുക. ഇത്തരത്തിലുള്ള തീവ്രവാദികളെ നമ്മൾ ഒറ്റപ്പെടുത്തുക. തീവ്രവാദം, ഭീകരവാദം അത് ഇസ്ലാമികമല്ല എന്ന് ചെറുപ്പക്കാരൻ നമ്മൾ പഠിപ്പിക്കണം. ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ മുന്നിൽ നമ്മൾ ഈ ചരിത്രത്തെ പച്ചയായിട്ട് അവതരിപ്പിക്കണം. തഫ്സീറുകളിൽ നിന്നും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയം സമർത്ഥിക്കാൻ പറ്റണം. എന്നിട്ട് തീവ്രവാദം പരിഹാരമല്ല, അത് ഇസ്ലാമികമല്ല, അതുകൊണ്ട് ഒന്നും നേടാനും പറ്റില്ല. ഒരു സ്ഥലത്തും തീവ്രവാദികൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? നിങ്ങൾ തീവ്രവാദ സംഘടനകളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയും. ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ തന്നെ കാശ്മീർ എന്തുണ്ടായത്? ഒരു ചുക്ക് നേടിയില്ല തീവ്രവാദം കൊണ്ട്. കാശ്മീരിൽ കുറെ ആളുകൾ കൊല്ലപ്പെട്ട്, കുറെ കുടുംബങ്ങൾ അനാഥരായി എന്നുള്ളതല്ലാതെ അതുകൊണ്ടൊരു പരിഹാരം ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. തൗഹീദിന് വേണ്ടിയിട്ടുള്ള ദഅവത്ത്, ദഅവാ പ്രവർത്തന രംഗത്തേക്ക് ആളുകളെ നമ്മൾ ക്ഷണിക്കുക. അങ്ങനെ ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കുക. അള്ളാനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോ നമുക്ക് നിർഭയത്വം ഉണ്ടാകും, നമ്മൾക്ക് അള്ളാഹ് ആധിപത്യം നൽകും. ആ ഒരു ചുറ്റുപാടിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. തീവ്രവാദം, ഭീകരവാദം ഇതൊക്കെ ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ഇതാണ് ഇന്ന് ലോകത്തുള്ള മുസ്ലിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്കുള്ള പരിഹാരം എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.